നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആൽവർഗത്തിൽപ്പെട്ട അത്തിയെക്കുറിച്ചാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജന്മവൃക്ഷം കൂടിയാണ് അത്തി. ഇത് മോറേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു വൃക്ഷമാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം ഫൈക്കസ് റസിമോസ. ഏകദേശം 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ ജന്മദേശം ഏഷ്യയാണ്. മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലാണ് ഈ വൃക്ഷം കൂടുതലായി കണ്ടുവരുന്നത് എങ്കിലും 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ ശൈത്യം സഹിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഇവയുടെ ഇലകൾ 10 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് കാണപ്പെടുന്നത്. തൊലി ചാരനിറത്തിലോ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലോ ആയി കാണപ്പെടുന്നു. തൊലിയിലും ഇലയിലും പാൽക്കറയും ഉണ്ടാകാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ ഉദുംബരം, ജന്തുഫലം, യജ്ഞാകം, ശുചിദ്രുമം എന്നീ പേരുകളിലും ഇംഗ്ലീഷിൽ കൺട്രി ഫിഗ്, ഇന്ത്യൻ ഫിഗ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ഇതിൻ്റെ കായകൾ ഉരുണ്ട് പേരക്കയുടെ കണക്കെ കിടക്കുന്നതാണ്. കായകൾക്കുള്ളിൽ നിരവധി വിത്തുകളും കാണപ്പെടുന്നു. വളരെ സ്വാദിഷ്ടവും സുഗന്ധവുമുള്ളതും ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിരവധി പ്രാണികളെയും കാണാം. പാശ്ചാത്യർ പാകം ചെയ്യാതെ തന്നെ ഈ പഴത്തെ ഉപയോഗിക്കുന്നെങ്കിൽ കൂടി വാണിജ്യാടിസ്ഥാനത്തിൽ ഉണക്കിയെടുത്ത പഴങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇതിൻ്റെ കായകൾ കൂടുതലായും ഉണ്ടായി കാണുന്നത്. ജാം, ജെല്ലി തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ തൊലി, വേര്, കായ എന്നിവയും ഔഷധയോഗ്യമാണ്. നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഇവയെ ഗർഭം അലസാതിരിക്കാനുള്ള പ്രതിരോധ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഗ്രഹണി, അതിസാരം തുടങ്ങിയ നിരവധി അസുഖങ്ങളിൽ ഇതിൻ്റെ ഗുണം വിലപ്പെട്ടതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് സംസാരിക്കും. ഈ അത്തിക്കായ്കൾ പഴുത്തള്ളു മുന്തിരിവല്ലി പടർന്നല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പഴുത്ത അത്തിക്കായ നല്ലൊരു ഔഷധവും നല്ല ബൃഹണമായൊരു പഴമാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് പോലും ഇത് കഴിക്കാം. മാത്രമല്ല ഇത് ശീതവീര്യ, ശരീരത്തെ തണുപ്പിക്കും. ഈ മൂത്രം ചുടിച്ചിൽ, മൂത്രം പോവാതിരിക്കുക, അങ്ങനെയുള്ളതിനൊക്കെ ഈ അത്തിപ്പഴം ദിവസേന കൊടുത്താൽ നല്ലതാണ്. ഈ അത്തിയുടെ അധികം പഴുക്കാത്ത പഴം ഈ വയറിളകുന്ന കണ്ടീഷനിൽ അത് ഒരു 4 വെള്ളത്തിൽ തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതപ്പം നിൽക്കും. ഇത് ഈ പഞ്ചവൽക്കലം അല്ലെങ്കിൽ നാൽപ്പാമരത്തിലെ ഒരു ഔഷധമാണ് ഈ അത്തി. അതുകൊണ്ട് ഈ ത്വക്ക് ദോഷത്തിൽ ഈ ചൊറി ചരങ്ങനെ ഇതിട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ല. ഇതിട്ട് കഷായം വെച്ച് അകത്തേക്കും കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഉപയോഗം ഈ അത്തിയുടെ ഈ തോലിട്ട് കഷായം വയ്ക്കുക. അത് മാത്രം ഈ മേലെ ചൊറിച്ചിലുണ്ടെങ്കിൽ അത് വേണ്ട അങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ ചൊറിച്ചിലപ്പം നിൽക്കും. പിന്നെ ഇതിൻ്റെ ഈ പഴം ദിവസേന കഴിക്കുന്ന ഈ ശുക്ലവർദ്ധനമാണത്. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം ഇതൊരു വിഷശമനാണ്. ഈ പേപ്പട്ടി കടിച്ചാലത്തെ കണ്ടീഷനിൽ ചില ഉപദ്രവങ്ങളൊക്കെ കൊടുക്കാവുന്ന ഒരു സാധനമാണ് ഈ അത്തിയുടെ തൊലിയെടുത്ത് കഷായം വെച്ചിട്ട് കൊടുക്കുന്നത്. ഫലത്തിൽ ഈ അത്തി എന്ന് പറയുന്നത് ഏത് സമയത്തും എപ്പോഴും മനുഷ്യന് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണ്. അതുപോലെ അത്തിപ്പഴം എന്നും കഴിക്കാൻ പറ്റുമോ ഏറ്റവും നല്ല ഒരു പോഷകമായ ഒരു പഴമാണ്.